ഹലോ ഗായ്സ്, ഇത്രയും ദിവസവും ഒരു പ്രശ്നമില്ലാത്ത എൻ്റെ നെയിൽസ് കറക്റ്റ് എൻ്റെ എൻഗേജ്മെന്റിന്റെ 2 ദിവസം മുമ്പ് പൊട്ടി. പൊതുവേ എൻ്റെ കയ്യിലാണെങ്കിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ നെയിൽസ് സ്റ്റോക്ക് ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യമാണ് എൻ്റെ കയ്യിൽ അതും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും നെയിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് നെയിൽസ് ചെയ്യാമെന്ന്. എനിക്കൊരു നാച്ചുറൽ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നെയിൽസ് ആയിരുന്നു ഞാൻ ഇൻസ്പോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഓവർ ലെങ്ത് വേണ്ടായിരുന്നു. ഞാൻ പൊതുവേ എത്ര നെയിൽസ് വളർത്താറുണ്ടോ ആ ഒരു ലെങ്ത്തിൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആദ്യം തന്നെ ഇവരെൻ്റെ ഉള്ള നെയിൽസ് എല്ലാം പച്ചയായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ നെയിലിൻ്റെ സൈസ് ഒക്കെ അവർ നോക്കിയിട്ട് നെയിൽസിൻ്റെ ഏകദേശം ഒരു നടുവിലായിട്ട് ഒരു ഫെവിക്വിക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കണ്ട കറക്റ്റ് ഒരു യക്ഷീന നെയിൽസ് പോലെ ഉണ്ട്. ഇങ്ങനെ എല്ലാ നെയിൽസിലും വെച്ചതിന് ശേഷം ഇവരെന്റെ സൈഡിലത്തെ ക്യൂട്ടിക്കൽസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പ്രോസസ്സ് എനിക്ക് നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ സ്കിൻ ആരോ പറിച്ചെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇൻ റിയൽ അത് വേദനയൊന്നും ഇല്ലാത്തൊരു പ്രോസസ്സാണ്. എനിക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം ഇവരെന്റെ നെയിൽസ് ഒന്നും കൂടെ ഫയൽ ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ലെങ്ത് വേണോ ഇനിയും കുറക്കണമെന്നൊക്കെ. സോ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ വീണ്ടും എന്റെ നെയിൽസ് ഒന്ന് ഫയൽ ചെയ്തു. എന്നിട്ടൊരു തണുത്തൊരു ലിക്വിഡിലേക്ക് ഒരു പൊടി ഇങ്ങനെ മുക്കിയിട്ട് എന്റെ നെയിൽസ് ഈവൺ ഔട്ട് ചെയ്യുവാണ്. എന്നിട്ട് വീണ്ടും നെയിൽസ് ഇങ്ങനെ ബഫ് ചെയ്ത് കൊടുക്കുകയാണ്. നെയിൽസ് മൊത്തം ഈവൺ ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ് അവരുടെ നെയിൽസിൽ ഇട്ടുന്നു. അവരൊരു 5 കോട്ട് നെയിൽ പോളിഷ് ഇടാന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 3 കോട്ട് ആയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച ലുക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓവർ തിക്നെസ്സും വേണ്ടായിരുന്നു. സോ ഞാൻ ആ 3 കോട്ടിൽ തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ജെൽ നെയിൽ പോളിഷ് എല്ലാം ഇട്ടതിന് ശേഷം ഒരു UV ലാമ്പിന്റെ അടിയിൽ വെച്ചിട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്തു. എന്നിട്ട് ക്യൂട്ടിക്കൽ ഓയിലും കൂടെ ഇട്ടതിന് ശേഷം എൻ്റെ നെയിൽസ് ഇതാ സെറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഈ നെയിൽസ് ഊരുന്ന സമയത്ത് ഇത് ഊരിയതിന് ശേഷം ഇതാ എൻ്റെ നെയിൽസ് ഏകദേശം ഈ ഒരു കോലമാണ്. എൻ്റെ നാച്ചുറൽ നെയിൽസ് മൊത്തം പൂച്ച മാന്തി പറിച്ച പോലെ ആയിട്ടുണ്ട്.